പല പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു സാന്ത്വനം എന്നുള്ള രീതിയിൽ വീട്ടമ്മയിലുള്ള അടുത്ത സെഗ്മെൻ്റാണ് ഡോണ്ട് വറി ബി ഹാപ്പി. വീട്ടമ്മമാർ മാത്രമല്ല പ്രശ്നങ്ങൾ നേരിടുന്നത്, കുട്ടികൾ, വീട്ടിലുള്ള ഹസ്ബൻഡ് ആയിരുന്നാലും വീട്ടിലുള്ള അമ്മൂമ്മ അപ്പൂപ്പൻ ആരായിരുന്നാലും ശരി, പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ഇന്ന് ആരുമില്ല. ഇപ്പോൾ കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പരീക്ഷയെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ടെൻസ്ഡ് ആയിരിക്കും അവർ. എന്തെങ്കിലും മറന്നുപോയാൽ തന്നെ എങ്ങനെ തിരിച്ച് ബാക്കി എഴുതും എന്നുള്ള ടെൻഷൻ, അവരുടെ മനസ്സിൽ അവരുടേതായ ടെൻഷൻസ്. ഒരു വീട്ടമ്മയ്ക്കാണെങ്കിൽ വീട് എങ്ങനെ കൊണ്ടുപോകും, വീട്ടിലെ അടുത്തുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അടുത്തുള്ള വരുമാനമായിട്ടുള്ള ചിലവ് കൂടുതൽ, പല കാര്യങ്ങൾ. ഹസ്ബൻഡിനായിരുന്നെങ്കിൽ അതിനേക്കാളും ഓഫീസ് തിരക്ക്, വീട്ടിലുള്ള കാര്യങ്ങൾ, കുട്ടികളെ നോക്കണം. അങ്ങനെ ടെൻഷൻസ് ഇല്ലാത്തതും വിഷമങ്ങളില്ലാത്തതും പ്രോബ്ലംസിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടിയാൽ മതി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ നമുക്ക് ചുറ്റുമുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സെഗ്മെൻറ്റ്. കൂടുതലും നമ്മൾ ഈ സെഗ്മെൻറ്റ് സ്ട്രെസ് ചെയ്ത് കാണിക്കുന്നത് വീട്ടമ്മമാർക്ക് വേണ്ടിയാണ്. സോ ഡോണ്ട് വറി, ബി ഹാപ്പി. വീട്ടമ്മയുടെ ഡോണ്ട് വെറി ബി ഹാപ്പി എന്ന സെഗ്മെന്റിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാവരും ഇന്ന് കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ നിന്ന് അണുകുടുംബം എന്ന രീതിയിലേക്ക് മാറി. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, പണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായ ഭാര്യ ഭർത്താവ് തമ്മിലാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾ തമ്മിലാണെങ്കിലും ആര് തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും നമുക്ക് പരിഹരിച്ചു തരാൻ നമ്മുടെ മുതിർന്ന കാരണവന്മാരുണ്ട്. പക്ഷേ ഇന്നത്തെ ഫാമിലിയിൽ ഇതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയൊരു വഴക്കുണ്ടായാൽ തന്നെ ഡിവേഴ്സ് എന്നുള്ള ആ ഒരു വേർഡിലെത്തും. വളരെ ലാഘവത്തോടെ കാണുന്നതാണ് ഇന്നത്തെ എത്രമാത്രം കൊച്ചു കേരളത്തിൽ ഡിവേഴ്സുകൾ ഡെയിലി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. പക്ഷേ ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളായിരിക്കാം. പക്ഷെ പറഞ്ഞ് അതങ്ങ് കൂടുന്നു. ഈ ടോപ്പിക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ പ്രശസ്ത മൈൻഡ് പവർ ട്രെയിനറും സക്സസ് പോയിന്റ് ട്രെയിനിങ് സെൻറ്റർ സ്ഥാപകയും ഉടമയും MD-യുമായ മിസ്സസ് ലത ദാസാണ്. വീട്ടമ്മയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ഇന്ന് ആ ഒരു വേർഡിന് തന്നെ അർത്ഥമില്ലാതായിരിക്കും അല്ലേ? നമ്മുടെ സ്വന്തം കാര്യത്തിന് മാത്രം റിലേഷൻസ് കീപ്പ് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് എത്തി. അതെ, ഇപ്പോൾ ഭാര്യ ഭർത്താവ് തമ്മിലുള്ളൊരു ബന്ധമാണെങ്കിലും കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള ഇതിൽ മാറി അതൊരു കോൺട്രാക്ട് ബേസിൽ ഇന്ന് ഞാൻ അങ്ങനെയാണ് കേൾക്കുന്നത്. മാരേജ് ലൈഫ് ഇറ്റ്സ് എ കോൺട്രാക്ട്. വളരെ ലാഘവത്തോടെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. ആ ഒരു പവിത്രതയും കാര്യങ്ങളൊന്നും ഇന്നില്ല. എന്താണ് ഈ ഒരു ശിഥിലതയുടെ റിലേഷൻഷിപ്പിങ്ങിന് ഇത്രയും പ്രശ്നം ഉണ്ടാകാനുള്ള കാരണങ്ങൾ? ഇത്രയും പ്രശ്നം ഉണ്ടാകാനുള്ള ഇന്നത്തെ കാരണം എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിനുള്ള ക്ഷമയില്ല ആൾക്കാർക്ക്. കുറച്ച് നാൾ മുമ്പാണെങ്കിൽ ആൾക്കാരിങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ആൾക്കാരെ മനസ്സിലാക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള ക്ഷമയുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ഈ ദ്രുതഗതിയിലുള്ള ജീവിത രീതിയിൽ കല്യാണം കഴിക്കുന്നു, പിറ്റേ ദിവസം തൊട്ട് രണ്ടുപേരും ചിലപ്പോൾ ജോലിക്ക് പോയി തുടങ്ങുന്നു, അല്ലെങ്കിൽ അടുത്ത ആഴ്ച തൊട്ട് ജോലിക്ക് പോയി തുടങ്ങുന്നു. വളരെ കുറച്ച് സമയം മാത്രമേ കല്യാണം കഴിയുമ്പോഴേ പറയും എനിക്ക് ജോലിക്ക് പോകാതിരിക്കാൻ സാധിക്കില്ല. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കൂടിപ്പോയാൽ ഒരാഴ്ച, അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോകും. അല്ല, ജോലിക്ക് പോയാലും കുഴപ്പമില്ല, ജോലിക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അതിനായിട്ട് നമ്മൾ കല്യാണത്തിന് മുമ്പ് തന്നെ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. എങ്ങനെ ഒരു ദാമ്പത്യ ബന്ധം നല്ലതായിട്ട് നിലനിർത്താം. പണ്ട് കാലത്ത് അത്ര ആവശ്യമില്ലായിരുന്നു. എന്ന് വെച്ചാൽ ചെറുതിലേ തൊട്ട് ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വീട്ടുകാരും അമ്മമാരും അമ്മുമ്മമാരും ഒക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെ ഒരു ട്രെയിനിങ് ഇല്ല വീട്ടിൽ. അതായത് ഇപ്പം പഠിത്തം, ട്യൂഷൻ, മാർക്ക്, അങ്ങനെ ഒരു ഇതിൽ പോകുന്ന കാരണം കുട്ടികൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മയും അച്ഛനായിട്ട് സംസാരിക്കാനോ അവർക്ക് ആകെ അറിവ് കിട്ടുന്നത് ഈ ഫിലിമിൽ നിന്നോ അല്ലെങ്കിൽ കഥകളിൽ നിന്നോ ഒക്കെയുള്ള അറിവേ ഉള്ളൂ ജീവിതത്തിനെ കുറിച്ച്. അപ്പോൾ അവരുടെ ആ എക്സ്പെക്റ്റേഷനുമായിട്ട് ശരിയായിട്ടുള്ള ജീവിതം വരുമ്പോഴത്തേക്ക് ഒരുപാട് അന്തരം ഉണ്ടാകുന്നു. ആ അന്തരങ്ങളിൽ കുറയ്ക്കാനുള്ള ഒരു മാർഗങ്ങളും അവർക്കില്ല താനും. ഫാന്റസിയിൽ ഇങ്ങനെ മുങ്ങിപ്പോകുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ തിരിച്ചറിയാനും അവരുടെ പോരായ്മകളും അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്തും ഒക്കെ തിരിച്ചറിയാനും അത് അന്യോന്യം മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കഴിവ് ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്.
സ്ത്രീകൾ എനിക്ക് പറയുന്നത് പക്ഷേ വീട്ടമ്മമാർക്ക് കുറച്ചുകൂടെയൊക്കെ കെയർ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് റിലേഷൻഷിപ്പ് അല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ പുരുഷന്മാർക്ക് ഇപ്പം നമ്മൾ അവരെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തുന്നില്ല. കാര്യം ജോലിയുടെ തിരക്കുകൾ, അമിത സ്ട്രെസ് എന്നുള്ള വാക്ക് ഞാനിവിടെ ഉപയോഗിക്കുകയാണ്. ഒരുപാട് സ്ട്രെസ്സ് കാര്യങ്ങൾ, ഒരുപാട് മീറ്റിങ്ങുകൾ. ഒരു പക്ഷേ ഈ റിലേഷൻഷിപ്പുകൾ അവർക്ക് പണ്ടത്തെ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ വീട്ടമ്മമാർക്കത് ചെയ്തുകൂടെ? വീട്ടമ്മമാരും രണ്ടുപേരും ചെയ്യേണ്ടതാണ്. ആക്ച്വലി രണ്ടുപേർക്കും ഒരു പങ്കാളിയെക്കുറിച്ചുള്ള വിവരം, അറിവ് കൂടുതലായിരിക്കണം. എന്താ വെച്ചാൽ നമുക്ക് ഓരോരുത്തരും പ്രത്യേക സാഹചര്യങ്ങളിൽ വളർന്നു വരുന്നവരായതുകൊണ്ട് പ്രത്യേകതരം ഇഷ്ടങ്ങളും പ്രത്യേകതരം സ്വഭാവ വിശേഷങ്ങളൊക്കെ ആയിരിക്കും അവർക്കുള്ളത്. അപ്പോൾ ഈ രണ്ട് സ്വഭാവങ്ങൾ, രണ്ട് വ്യത്യസ്ത സാഹചര്യത്തിൽ നിന്ന് വരുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസങ്ങളും അവർ തമ്മിലുള്ള സമാനതകളും ഒക്കെ മനസ്സിലാക്കി മുമ്പോട്ട് പോയാലേ പറ്റത്തുള്ളൂ. അതിനായിട്ട് ശരിക്കും പറഞ്ഞ് ഒരു ഇതുപോലെ നമ്മളെ നമ്മൾ തന്നെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ മറ്റൊരാളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടി ശരിക്കും വീട്ടമ്മമാർക്ക് കൊടുക്കാനുള്ള ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കിയാൽ മറ്റൊരാളുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ നമ്മുടെ തന്നെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, എന്തുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയാമെങ്കിൽ വേറൊരാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? അപ്പോൾ അതിന് ആദ്യം ബേസിക്കായിട്ട് നമുക്കൊരു നോളജ് വേണം. എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ നോക്കിക്കാണുന്നത്, കാര്യങ്ങളെ വിലയിരുത്തുന്നത്, അതിനെയൊക്കെ നമ്മുടെ മനസ്സെങ്ങനെയാണ് ശരിയായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ഓരോ അറിവെന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവുന്നു, അറിവുണ്ടാകുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ആ ഇൻഫർമേഷൻ എടുക്കുന്നതിന് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എല്ലാ മനുഷ്യരും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ചില ആൾക്കാർ ഇതിൽ ഏതെങ്കിലും 1-2 ഇന്ദ്രിയം കൂടുതലായിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രിഫറൻസസ് വ്യത്യാസമായിരിക്കും. അതായത് കാഴ്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർ കാണും. അവർക്ക് നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്തു നല്ല ഭംഗിയായിട്ട് നടക്കുന്ന ഒരു ഭാര്യയായിരിക്കും ഒരു പക്ഷേ ഇഷ്ടം. പക്ഷേ ചിലർക്ക് കേൾവിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഭാര്യയാണെങ്കിൽ ഭാര്യയ്ക്ക് അവരോട് എന്ത് സംസാരിക്കുന്നു അതനുസരിച്ചിട്ടുള്ളതായിരിക്കും അവരുടെ ഇഷ്ടങ്ങൾ. ഇപ്പോൾ ഒരാളിനോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടെ ആ കേൾവിക്ക് പ്രാധാന്യം കൊടുക്കുന്നവർക്ക് അത് വലിയ ഇഷ്ടമായിരിക്കും. അതേസമയം കാഴ്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡ്രസ് ചെയ്ത് അവർക്ക് നല്ല സമ്മാനങ്ങളൊക്കെ കൊടുക്കുക, അവരെ നല്ല സ്ഥലങ്ങളിലൊക്കെ കൂട്ടിക്കൊണ്ടുപോയി കാണിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷമാണ്. പക്ഷേ ഈ വ്യത്യാസം ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിലുള്ള ഈ വ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കും? അതായത് നമ്മുടെ വാക്കുകളിലൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ സെൻസ് ഡെവലപ്പ് ചെയ്യണം. നമുക്ക് ഒബ്സർവേഷൻ സ്കിൽസ് ഉണ്ടാവണം. ഓരോരുത്തരും എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ സംസാരിക്കുന്നത്, എന്താണ് അവരുടെ ഇഷ്ടം, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഇഷ്ടത്തിനൊത്ത് നീങ്ങാൻ പറ്റും. അല്ലാതെ ഇപ്പം ചിലപ്പോൾ ഒരു ഭർത്താവ് നല്ലൊരു പ്രസൻറ്റ് കൊണ്ട് കൊടുത്തിട്ട് ഭാര്യയ്ക്ക് വലിയ സന്തോഷമൊന്നും തോന്നില്ലായിരിക്കും. അപ്പം ഭർത്താവ് മനസ്സിലാക്കണം ഇവർ വിഷ്വൽ അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളല്ല, അവരോടൊരു നല്ല വാക്ക് പറഞ്ഞാൽ മതി, അവർക്ക് ഇഷ്ടമാണ്. പലപ്പോഴും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഒരു പക്ഷേ നമ്മൾ വല്ലാതെ മാനസികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടിരിക്കുന്ന ആ സമയത്ത് നമ്മുടെ ഭർത്താവ് ഒരു നല്ലൊരു വാക്ക്, ഒരു പക്ഷെ ഡെയിലി ഒരു ചോദ്യം ചോദിച്ചാൽ മതി, നിനക്ക് സുഖമാണോ, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ എന്നുള്ളൊരു വാക്ക് ചോദിച്ചാൽ എത്രയോ സന്തോഷം, നല്ലതായിട്ട് പറഞ്ഞ് പലരും അത് മറക്കുന്നു അല്ലേ? ഒരുപാട് അപ്രീസിയേഷൻ, സ്ത്രീകൾ പ്രത്യേകിച്ച് ഒരുപാട് അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അത് അവരുടെ മനസ്സ് പണ്ട് മൊത്തം അങ്ങനെ തന്നെയാണ്. ആണുങ്ങൾ അത് മനസ്സിലാക്കിയാൽ ഇത്രയും പ്രശ്നം. അതുപോലെ ആണുങ്ങളെയും അവരെ കൊച്ചാക്കുന്ന അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. അത് സ്ത്രീകളും മനസ്സിലാക്കണം. ആ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊരു പുരുഷനെ കുറിച്ച് കമ്പയർ ചെയ്യുന്നത് അവരെ താത്തി പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല. അപ്പൊ അത് മനസ്സിലാക്കി നമ്മൾ അതനുസരിച്ച് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും മനസ്സിലാക്കണം. അതിലാണ് മനസ്സിലാക്കുക മാത്രമല്ല അവരോട് റെസ്പെക്റ്റും വേണം. ഭാര്യയോടും റെസ്പെക്ട് വേണം, ഭർത്താവിനോടും റെസ്പെക്ട് വേണം. ആ റെസ്പെക്ട് ഭരിക്കുക എന്നുള്ളത് മാത്രമല്ല ഭരണം, അത് അവിടെ ഇരിക്കും. അതിനേക്കാൾ കൂടുതൽ ബഹുമാനം, അങ്ങോട്ടും തിരിച്ചും വേണം, നമുക്കും വേണം. രണ്ടു കൂട്ടർക്കും ബഹുമാനം വേണം. ആ ബഹുമാനം, അതായത് നമ്മളെല്ലാം ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ 6 ഹ്യൂമൻ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയാണെന്ന് പറയും. അത് ചിലർക്കാണെങ്കിൽ ഇപ്പോൾ സ്നേഹമായിരിക്കും, ചിലർക്കാണെങ്കിൽ റെക്കഗ്നിഷൻ ആയിരിക്കും, അതായത് അംഗീകാരമായിരിക്കും, ചിലർക്കാണെങ്കിൽ അത് വെറൈറ്റി വേണമെന്നുള്ളവരായിരിക്കും, ചിലർക്ക് എന്തെങ്കിലും കാര്യത്തിൽ എന്നും ഒരേപോലെ സർട്ടനിറ്റി വേണം, അതായത് ഒരു ദൃഢത വേണം, എല്ലാത്തിലും ഒരു ഉറപ്പ് വേണം, അങ്ങനെ ഒരു ഷുവർട്ടി അത് വേണം. അത് അങ്ങനെ പല പല വ്യത്യസ്തമായ ആവശ്യങ്ങളാണ് നമുക്ക്. ഇപ്പം മറ്റേ ആളിൻ്റെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ ആവശ്യം നിറവേറ്റി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വ്യക്തിബന്ധത്തിൽ ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല.
അത് അറിയാത്തതുകൊണ്ട് മാത്രമാണ് ഇത്രയും സംഭവിക്കുന്നത്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആളിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് പറ്റും. അത് ഭാര്യ ആയാലും ഭർത്താവായാലും. മാം പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. കാര്യം ഇന്നത്തെ കാലത്ത് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം ഭാര്യ ആണെങ്കിലും ഭർത്താവാണെങ്കിലും പരസ്പരം അറിഞ്ഞ് ജീവിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു പ്രശ്നമില്ല. നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്യുവാണ് ഭാര്യ ഭർത്താവ് ഇനി എന്ന് ഡൈവോഴ്സ് ചെയ്ത് വീട്ടിലോട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആളുകൾ ഇരിക്കുന്നത് പോലെ തോന്നുന്നത്. കുട്ടികളെ കല്യാണം കഴിക്കുമ്പോഴേ ഇവളിനി എന്ന് തിരിച്ചു അല്ല മോൾ ഡൈവേഴ്സ് ചെയ്തോളൂ, കുഴപ്പമില്ല, വീട്ടിൽ ഞങ്ങളുണ്ട്, നീ സുഖമായിട്ട് വന്നോളൂ. അത് പാരന്റ്സ് മാറ്റേണ്ട ഒരു ചിന്താഗതിയാണ്. കാര്യം കല്യാണം കഴിപ്പിക്കുമ്പോൾ ഡിവേഴ്സ് എന്ന് പറയുന്ന വാക്ക് അവരുടെ മനസ്സിൽ പോലും തോന്നാതിരിക്കട്ടെ. കാര്യം അങ്ങനെ പോകുമ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും വലിയ കുഴപ്പങ്ങളൊന്നും വരില്ലായിരിക്കും. പക്ഷെ ഉണ്ടാകുന്ന മക്കൾ അവരായിരിക്കും ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. അവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അവരെയാണ് ഒറ്റപ്പെടുത്തുന്നത്. അവരുടെ ഭാവിയാണ് ഒരു ചോദ്യചിഹ്നമായി മാറുന്നത്. കൂടുതൽ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്തായാലും വീട്ടമ്മയുടെ ഇന്നത്തെ ഈ സെഗ്മെന്റ് അല്ലെങ്കിൽ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നത് വരെ ഡോണ്ട് വറി, ബി ഹാപ്പി.